2009 ജൂൺ 25 തിരക്കുകളുടെ ലോകത്തേക്ക് ലോസ് ആഞ്ചലസ് ഉറക്കമുണർന്നു. എല്ലാം പതിവ് പോലെ സ്റ്റേപ്പിൾ സെന്ററിൽ രാവിലെ തന്നെ നർത്തകരും സംഗീതജ്ഞരും സാങ്കേതിക വിദഗ്ധരും പരിശീലനത്തിനായി ഒത്തുചേർന്നു. മൈക്കിൾ രാവിലെ തന്നെ എത്തുമെന്ന് അറിയിച്ചിട്ടുള്ളതാണ്. അവർ മൈക്കിളിന്റെ വരവിനായി കാത്തിരുന്നു. മണിക്കൂറുകൾ കടന്നുപോയി. ഉച്ചയോടടുത്തിട്ടും മൈക്കിൾ അവിടേക്കെത്തിയില്ല. ഒരു മൂക സംഗീതം അവിടെയെങ്ങും പരക്കുവാൻ തുടങ്ങി. സമയം 12:22. ലോസ് ആഞ്ചലസ് ഫയർ ഡിപ്പാർട്ട്മെന്റ് ഓഫീസിൽ നിന്നും ഒരു ആംബുലൻസ് 100 നോർത്ത് കരോൾവുഡ് ഡ്രൈവിലെ ഒരു വീട് ലക്ഷ്യമാക്കി കുതിച്ചു. 3 മിനിറ്റിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്തെത്തിയ വൈദ്യസംഘം കണ്ടത് നിശ്ചലനായി തന്റെ ബെഡിൽ കിടക്കുന്ന മൈക്കിൾ ജാക്സനെയാണ്. ഉടൻ തന്നെ അവർ മൈക്കിളിനെ റൊണാൾഡ് റീഗൻ UCLA മെഡിക്കൽ സെന്ററിൽ എത്തിച്ചു. ഹൃദയസ്തംഭനത്തെ തുടർന്ന് മൈക്കിൾ ജാക്സനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന വാർത്ത ഒരു കാട്ടുതീ പോലെ കത്തിപ്പടരാൻ അധിക സമയം വേണ്ടി വന്നില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ബ്രേക്കിംഗ് ന്യൂസ് പ്രത്യക്ഷപ്പെട്ടു. നൂറുകണക്കിന് ആരാധകർ ആശുപത്രിക്ക് വെളിയിൽ തടിച്ചുകൂടി. മൈക്കിളിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ ലോകം മുഴുവനും കാത്തിരുന്നു. സംഭ്രമജനകമായ നിമിഷങ്ങൾ. ഒടുവിൽ 2:26 സംഗീത സമ്പൂർണമായിരുന്ന ആ ഹൃദയത്തിന്റെ സ്പന്ദനം നിലച്ചതായി അറിയിപ്പെത്തി. ഐതിഹാസികമായിരുന്ന ആ സർഗപര്യയ്ക്ക് അപ്രതീക്ഷിതമായി യവനിക വീണു. ആ വിയോഗ വാർത്ത കേട്ട് ലോകം വിതുമ്പി. മൈക്കിൾ ജാക്സൺ ഓർമ്മകളിലേക്ക് പറന്നകന്നു. ഗോൺ ടു സൂൺ. എന്നാൽ ജീവിതകാലം മുഴുവനിലും തുടർന്നിരുന്ന ദുരൂഹത മരണത്തിലും മൈക്കിൾ നിലനിർത്തി. മൈക്കിൾ ജാക്സന്റെ മരണകാരണം അന്വേഷിച്ചവർക്ക് വ്യക്തമായൊരു ഉത്തരം ലഭിച്ചില്ല. അപ്പോഴേക്കും ഞെട്ടിക്കുന്ന വിവരങ്ങളുമായി മൈക്കിളിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. മരിക്കുമ്പോൾ മധ്യവയസ്കനായിരുന്ന മൈക്കിൾ ജാക്സന്റെ ശരീരം ഒരു പടുവൃദ്ധന്റേതിന് സമാനമായിരുന്നെന്നാണ് പ്രധാന വെളിപ്പെടുത്തൽ. വയറിനുള്ളിൽ ഗുളികകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. വേദന സംഹാരി കുത്തിവയ്പ്പുകൾക്ക് പുറമെയാണ് മൈക്കിൾ ഈ ഗുളികകൾ കഴിച്ചിരുന്നത്. വിഗ് വച്ചിരുന്ന മൈക്കിളിന്റെ തലയിൽ വളരെ കുറച്ചു മുടിയേ ഉണ്ടായിരുന്നുള്ളൂവെന്നും പരിശോധനയിൽ വെളിവായി. ജീവിക്കുന്ന അസ്ഥികൂടമായിരുന്നു മൈക്കിൾ ജാക്സൺ എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ റിപ്പോർട്ട്.